ഈ സീസൺ തുടങ്ങിയപ്പം മുതലേ എന്തെങ്കിലുമൊക്കെ ഒരു മോഷണം ബിഗ് ബോസിൽ പതിവുള്ളതാണ്. അത് പലപ്പോഴും ഇതിന് കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ നെവിനാണ്. ഇന്നത്തെ മോഷണത്തിനകത്തും നെവിനും ജിഫയിലും ചേർന്ന് നടത്തുന്നൊരു മോഷണമാണ്. ജിഫയിൽ തന്നെയാണ് ഇതിനകത്ത് പ്രധാന പങ്ക് വഹിക്കുന്നത്. ആദ്യമേ തന്നെ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് കാപ്പിപ്പൊടിയാണ് അടിച്ചു മാറ്റുന്നത്. അത് മാറ്റുന്നതായിട്ട് പ്രൊമോയ്ക്കകത്ത് കൃത്യമായിട്ട് ഏഷ്യാനെറ്റ് കാണിക്കുന്നുമുണ്ട്. അങ്ങനെ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ട പ്രൊമോ തന്നെയാണ് ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പം അങ്ങനെ ആ കാപ്പിപ്പൊടി അടിച്ച് മാറ്റുന്നു. കിച്ചൺ ടീം വന്നപ്പം കാപ്പിപ്പൊടി ഇല്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൈമലർത്തുന്നുണ്ട്. ഏതായാലും നമ്മുടെ നോറ ആദില സഖ്യമാണ് അത് കണ്ടുപിടിച്ച് കാപ്പി ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ അപ്പാനി ശരത്ത് ചോദിക്കുന്നത്, കാപ്പിപ്പൊടി ഇല്ലല്ലോ, പിന്നെ എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൊടുത്തു കൂടുന്നുണ്ട്. അപ്പം ജിഫേലിനും നെവിനും കൃത്യമായിട്ട് മനസ്സിലായി തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന്. അപ്പം ജിഫേൽ പറയുന്നുണ്ട്, അത് ഞാൻ മാറ്റിവെച്ചതല്ല, അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും അത് മറ്റുള്ളവർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. നോറയും ആദിലയും ഒരു വശത്ത് നമ്മുടെ അനുമോൾ ജിഫേൽ എവിടുത്തെ പ്രതിയായി വരുമ്പോഴും അനുമോൾ അവിടെ എത്തുമല്ലോ, കാരണം അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അപ്പം അനുമോളും ചോദ്യം ചെയ്യുന്നുണ്ട്, അവൾ പെരുങ്കള്ളിയാണ്, ബിഗ് ബോസിലെ ഏറ്റവും വലിയ പെരുങ്കള്ളി എന്ന് പറയുന്നത് ജിഫയിലാണ് എന്ന് അനുമോളിൻ്റെ പ്രസ്താവനയോടെയാണ് പ്രമോ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വലിയ കഷ്ടമാണ്. കാരണം നെവിനെ സംബന്ധിച്ച് നെവിൻ തക്കാളി ആപ്പിളും ഒക്കെ അടിച്ചു മാറ്റി കഴിക്കുന്നത് കാണാം. അതുപോലെ പല കാര്യങ്ങളും രണ ഫാത്തിമയും ജിഫയിലും ചേർന്ന് അച്ചാറൊക്കെ അടിച്ചു മാറ്റി വെച്ചതായിട്ട് ഷാനവാസ് ഒരു സമയത്ത് ആരോപിച്ചിരുന്നു. അതും കണ്ടുപിടിച്ചു. അന്നും പറഞ്ഞത് അത് മാറ്റി വെച്ചതാണ്, അല്ലാതെ പാത്തു വെച്ചതല്ല എന്ന് പറഞ്ഞായിരുന്നു. ഏതായാലും ഈ പ്രാവശ്യവും അതുതന്നെയാണ് പറയുന്നത്. ഇവരുടെ സ്ഥിരം പരിപാടിയാണ് മാറ്റി വെക്കുക, ആരും കണ്ടുപിടിച്ചില്ലെങ്കിൽ അതെടുത്ത് ഒറ്റയ്ക്ക് കഴിക്കുക, അല്ലാത്തപ്പം അത് ഞങ്ങൾ മാറ്റി വെച്ചാൽ അതേണ്ട അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് ഇവിടെ റേഷൻ സമ്പ്രദായമാണ്. ആഹാര സാധനങ്ങളെല്ലാം വളരെ കുറവാണ്. അപ്പം അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ മോഷണം എന്ന് പറയുന്നത് ഒരു കലയൊന്നുമല്ല, അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. രസകരമായ മോഷണങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ഇതൊക്കെ ഇച്ചിരി കൂടുതലാണ്.